നമ്മളൊക്കെ നമ്മുടെ മൊബൈൽ ഫോണുകളിൽ മലയാളം കീബോർഡ് ഉപയോഗിക്കുന്ന ആളുകളായിരിക്കും. അത്തരത്തിൽ മലയാളം കീബോർഡ് ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന അക്ഷരപ്പിഴവുകളും സാങ്കേതിക തകരാറുകളും നമ്മൾ ആരും ഗൗനിക്കാറില്ല. പക്ഷേ ഈയിടെയായിട്ട് ഐഫോണിൽ പുതിയ അപ്ഡേഷൻ വന്നതിന് ശേഷം അതിന്റെ മലയാളം കീബോർഡിൽ ഉണ്ടായിട്ടുള്ള സാങ്കേതിക പിഴവിനെ ചൂണ്ടിക്കാട്ടുകയാണ് പ്രമുഖ ഖുർആൻ ഗവേഷകനും ഭാഷാ പണ്ഡിതനുമായ ആസാമിൽ നിന്നുള്ള മുഹമ്മദ് ഇക്ബാൽ. നമുക്ക് അദ്ദേഹത്തെ ദർശനയിലേക്ക് സ്വാഗതം ചെയ്യാം. സർ, താങ്ക് യു. നമുക്ക് എന്താ പറയാ, എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ഒരു കാര്യം പറയെങ്കിൽ, ഞാൻ സ്ഥിരം മലയാളം ഇത് ചെയ്യാറുണ്ട്. അത് ഭാഷാപരമായിട്ട് എൻ്റെ ആവശ്യത്തിന് ഞാൻ മലയാളം ഐഫോണും ഐപാഡിലും അതുപോലെ മാക്ബുക്കിലും ഞാൻ ഉപയോഗിക്കാറുണ്ട് കീബോർഡ്. പക്ഷേ 18 ശേഷം നമ്മൾ ഇതുണ്ട് എന്താ പറയുക, അപ്ഡേറ്റ് വന്ന ശേഷം 18 അപ്ഡേറ്റ് വന്ന ശേഷം ഐപാഡിനും ഐഫോണിനും കീബോർഡിനും മലയാളം കീബോർഡിനും എന്താ പറയുക, ഈ ങ എന്ന അക്ഷരം ക ഖ ഗ ഗ കഴിഞ്ഞിട്ട് 5ാമത്തെ അക്ഷരം ഉണ്ടല്ലോ, ആ 5ാമത്തെ അക്ഷരം ഇല്ല. അപ്പോ ഇത് നമ്മൾ എന്താ ചെയ്യാറുണ്ട്, ചിലരെ കോപ്പി പേസ്റ്റ് ചെയ്യും, ഇല്ല താഴെപ്പറ്റി അപ്ലിക്കേഷൻ ഉപയോഗിക്കും. പക്ഷേ ആപ്പിൾ അവിടുത്തെ ഒരു പരിഹാരം കൊടുത്തിട്ട് എന്താ പറയുക, വേറെ 2 കീബോർഡ് കൂടി ഒരു എഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ഒന്ന് അക്ഷരമല എന്ന് പറഞ്ഞിട്ട്, ഒന്ന് മംഗ്ലീഷ്, അങ്ങനെ. പക്ഷേ ഒറിജിനൽ കീബോർഡ് ഉണ്ടല്ലോ, ഇൻസ്ക്രിപ്റ്റ്, അതിനാണ് ഈ ഫാക്ട് ഉള്ളത്, ഈ മിസ്റ്റേക്ക് ഉള്ളത്. അപ്പോൾ ഈ മിസ്റ്റേക്ക് ഞാൻ പല പ്രാവശ്യം കൂടെ സൂചിപ്പിച്ചിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. അത് ഇങ്ങനെയല്ല, നമുക്കിത് എങ്ങനെ ശരിയായി കിട്ടാവുന്ന നമുക്ക് ചെയ്യാൻ കഴിയില്ല. പല പ്രാവശ്യം നമ്മൾ പ്രോമിസ് ചെയ്തത് ചെയ്യാം, പക്ഷെ നമ്മൾ ശ്രമിക്കാം. പക്ഷെ ഇതുവരെ ഒരു സോൾവ് ഉണ്ടായിരുന്നു, പരിഹാരം ഉണ്ടായിട്ടില്ല. അപ്പം ഈ ഒരു മിസ്റ്റേക്ക് ഇൻസ്ക്രിപ്റ്റിൽ മാത്രമേ ഉള്ളൂ? അതെ, ഇൻസ്ക്രിപ്റ്റിൽ മാത്രമല്ല, ബാക്കി ആൽഫാബറ്റിക്കിലെ എല്ലാ അക്ഷരം ഓർഡർ ബൈ ഓർഡർ എല്ലാം ഉണ്ട്. മംഗ്ലീഷ് അറിയുന്ന ആൾക്കാർക്ക്, ഇപ്പൊ എന്തുപോലെ ആൾക്കാർ മംഗ്ലീഷ് ഉപയോഗിക്കുന്നതില്ല. അപ്പൊ അത് എന്തുകൊണ്ട് വെസ്റ്റേൺ ഒരു ഉപകാരമില്ല. മറ്റേ പറയുമെങ്കിൽ അക്ഷരമല ഉണ്ടല്ലോ, അതിന്റെ ഓർഡർ കീബോർഡ് ഓർഡറും ലാപ്ടോപ്പിന്റെ കീബോർഡ് ഓർഡറും വ്യത്യാസമാണ്. അപ്പോൾ ലാപ്ടോപ്പ് ഉപയോഗിക്കുന്ന ഒരു ആൾക്ക് കീബോർഡ് ഉണ്ടെങ്കിൽ ഇതിൽ എന്താ പറയുക, മലയാളം ഉപയോഗിക്കുകയാണെങ്കിൽ സെയിം കീബോർഡ് തന്നെ ഐഫോണിന്തും ഇൻസ്ക്രിപ്റ്റ്, അതേപോലെ ലാപ്ടോപ്പ് മാക്ബുക്കിന്തും. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒന്നെ പഠിച്ചാൽ മാത്രമേ നമുക്ക് എന്തായാലും എല്ലാം ചെയ്യും. എങ്ങനെ ആൾക്കാർക്കാണ് ഇത് ഏറ്റവും വലിയ പ്രയാസമായി മാറുന്നത്. ഒരു ഭാഷയിലുള്ള ഒരു അക്ഷരം ഇല്ല നമുക്ക് ഉപയോഗിക്കാൻ കഴിയാതിരിക്കുക എന്നുള്ള ഒരു സാധനം, അതിന്റെ ആവശ്യകത എങ്ങനെയാണ് ഇതാകുന്നത്? കാരണം ഇപ്പം ഒരുപാട് പ്രാദേശിക ഭാഷകൾ, അല്ലെങ്കിൽ പിന്നെ ഇന്ത്യയിൽ തന്നെ ഒരുപാട് ഭാഷകൾ നശിച്ചു പോയിട്ടുണ്ട്, മീൻസ് ഇല്ലാതായിട്ട് പോയിട്ടുണ്ട്. ആ ഭാഷകളൊക്കെ പല ഭാഷകളും അല്ലെങ്കിൽ ഇംഗ്ലീഷ് പോലുള്ള സാധനങ്ങളൊക്കെ റിപ്ലേസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം മലയാളത്തിന് പിന്നെ ഈയിടെയായിട്ട് നമ്മൾ നൽകിയിരുന്ന പ്രാധാന്യം നമ്മുടെ ഡെയിലി ലൈഫിലേക്ക്, ഇപ്പം മൊബൈലുകളിലായിക്കോട്ടെ അല്ലെങ്കിൽ പിന്നെ മറ്റ് ബിൽ ബോർഡുകളിലായിക്കോട്ടെ, ഡെയിലി ലൈഫിലേക്ക് മലയാളത്തിന്റെ ഒരു പ്രാധാന്യം കുറഞ്ഞു വരാനുള്ള സാധ്യത അല്ലേ? അത് ഇത് ഇപ്പൊ ആപ്പിൾ ഒരു വർഷം ഇവിടെ ഒഴിവാക്കി, നമ്മൾ നെവർ മൈൻഡ് ചെയ്ത് വിചാരിക്കാം, നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ പോയാൽ പിന്നെ ആ അഡ്ജസ്റ്റ്മെന്റ് നിൽക്കുമല്ലോ. ഇതിന്റെ ഉദാഹരണം പറയില്ല, നമ്മളിപ്പോ എന്താ പറയാ, മലയാളം അക്കമുണ്ടല്ലോ 1 2 3 4, മലയാളമാർക്ക് അറിയില്ല, ഇംഗ്ലീഷ് മാത്രം അറിയുള്ളൂ, ഒറിജിനൽ മലയാളം അറിയില്ല. കാരണം അത് ഇല്ലാതായപ്പോഴാണ് നമ്മൾ എന്തായി. ഇപ്പൊ മലയാളത്തിൽ ഒന്നിന് എന്താ പറയാ, ഒന്നിന് ചാവ്, രണ്ടിന് തോ, മൂന്നിന് തിലു, ചാവ് തോ തിലു, പാത്തെ തൊട്ടാൽ തൊടവാൽ നുണക്കൽ തായം വാലു പുലു, എങ്ങനെയാണ് പേര്. ഇപ്പം ഭാഷ നമുക്ക് ഒരു സർവൈവൽ ആണ്. അതിനൊപ്പം തന്നെ ഭാഷയുള്ള പിഴവുകൾ തിരുത്തി അത് വേണ്ടപ്പെട്ടവരുടെ ശ്രദ്ധയിൽപ്പെടുത്തി അതിനുള്ള മാറ്റങ്ങൾ, നടപടികൾ സ്വീകരിക്കട്ടെ എന്ന് തന്നെ നമുക്ക് ആശംസിക്കാം. ഇൻഷാ അല്ലാ. അതുപോലെ ഇതിലെ വേറെ കാര്യം കൂടി ഉണ്ട്. നമ്മള് ഇത് പറഞ്ഞല്ലോ, അക്ഷരം പ്ലേസ് മാറിപ്പോയി. ഇപ്പോ മഴ ഇടുമ്പോ ആ ഉണ്ടല്ലോ, യുയിലാണ് എന്താ പറയാ, വിയിലാണ് വേണ്ടത്, ഇപ്പൊ യുയിലാണ് ഇട്ട് വെച്ചത്. അതിൽ ദുഃഖം ഉണ്ടല്ലോ, ദുഃഖം എന്ന വാക്ക്, അതില് 2 ഡോട്ട് ഇങ്ങനെ ഉണ്ടല്ലോ, 2 സർക്കിൾ, അത് എന്താ ചെയ്ത് യുയില് വെച്ച് അത് മാറ്റിട്ട് എന്താ ചെയ്യണം, എക്സില് കൊണ്ടാക്കിയിട്ടാണ്. ഇൻസ്ക്രിപ്റ്റ് പഠിച്ച ഒരാൾക്ക് സ്ഥിരമായിട്ട് ഇൻസ്ക്രിപ്റ്റ് ഉപയോഗിക്കുന്ന ഒരാൾ ഉപയോഗിക്കുകയാണെങ്കിൽ അതിൽ പിഴവുകളുണ്ട്. അപ്പൊ ഈ പിഴവിൽ നല്ല ബുദ്ധിമുട്ടാണ്, നമുക്ക് ചെയ്യാൻ ടൈപ്പിംഗ് ചെയ്യാൻ പ്രയാസമാണ്. അപ്പൊ എന്താവും, വേഗം ഇത് പരിഹരിക്കാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ മാർഗം പറഞ്ഞെങ്കിൽ
നമ്മൾ കേരള സർക്കാർ വിദ്യാർത്ഥി നടക്കുമില്ലെങ്കിൽ എന്താ പറയുക, ഇവിടെ ഭാഷ സാഹിത്യ മലയാളം സാഹിത്യ അക്കാദമി ഉണ്ട്, പല ഉണ്ട്. ഒന്ന് ഇത് ചെയ്താൽ ചിലപ്പോൾ അത് ഇത് പറയാൻ കിട്ടും. പക്ഷേ ഒരുപാട് ആളുകൾ ഉപയോഗിക്കുന്നില്ലെങ്കിലും ഉപയോഗിക്കുന്ന കുറച്ച് ആളുകൾക്ക് അതൊരു സൗകര്യപ്രദമായിട്ടുള്ള രീതിയിൽ ഉപയോഗിക്കാൻ കഴിയട്ടെ. അല്ല, ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട്, ഇല്ലെന്നല്ല, ധാരാളം ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ എന്താ ഇത് പ്രശ്നമില്ല, താഴെപ്പട്ടി മഴമൊഴി പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ട്, അതാണ് ഉപയോഗിക്കുന്നത്. ഫോമൽ അല്ലാത്ത ഒഫീഷ്യൽ അല്ലാത്ത അതെ, താഴെപ്പട്ടി അപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ട് ആ താഴെപ്പട്ടിയിലുമൊക്കെ സെക്യൂരിറ്റി പ്രശ്നം കൂടി ഉണ്ട്. അപ്പോൾ ഓൾറെഡി ഒരു കീബോർഡ് ഉണ്ടല്ലോ, ഒഴിവാക്കിയിട്ട് ചെയ്യാണെങ്കിൽ നമ്മൾ പ്രശ്നം പറയാറുമായി. എന്തായാലും നമുക്ക് ഈ ഒരു വിവരം അധികാരികളിലേക്ക് എത്തിക്കാം. മലയാള ഭാഷയിലെ ഈ ഒരു സാങ്കേതിക തകരാറ് കൂടുതൽ ആളുകളെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും. പക്ഷെ ആരും അത് പുറത്തേക്ക് എത്തിക്കണം, അല്ല അതിനൊരു പരിഹാരം കാണണമെന്ന് ആഗ്രഹിച്ചിരിക്കില്ല. അപ്പം അത്തരത്തിലൊരു പരിഹാരം കാണുന്ന ആഗ്രഹിച്ച് നമ്മോടൊപ്പം എത്തിയിരിക്കുകയാണ് നമ്മുടെ മുഹമ്മദ് ഇക്ബാൽ ഖാൻ.